Hi all, it's me, Jamshad. ഡെഫിനറ്റ്ലി നമുക്ക് വരാനിരിക്കുന്ന USS എക്സാം റിലേറ്റഡ് ആയിട്ട് ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയാലോ. നമ്മുടെ ഈ ഒരു യൂണിറ്റ് ഉണ്ടല്ലോ, നേച്ചേഴ്സ് പ്ലെൻറ്റി എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു മോക്ക് ടെസ്റ്റ് നടത്തിയാലോ. ഒരു 5 ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതിന്റെ ആൻസർ ഇവിടെ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ എന്താക്കുക, അതിന്റെ ആൻസർ മൈൻഡിൽ കൊണ്ടുവരിക. ദെൻ യു ഗൈസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് എവർ യു ഗൈസ് ഹാവ് ലേൺഡ്. ഓക്കെ, നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ഇൻ കേസ് നിങ്ങൾ കൂടുതൽ സമയം വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ജസ്റ്റ് എന്താക്കുക, പോസ് ചെയ്തിട്ട് എന്താക്കുക, അത് ആൻസർ ചിന്തിക്കുക, ആൻസർ പറയുന്നതിന് മുമ്പ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്, നേച്ചേഴ്സ് പ്ലെൻറ്റി എന്നുള്ള യൂണിറ്റിൽ നിന്നാണ്. കണ്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്. ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് സംഭവം കൊടുത്തിട്ടുണ്ട്, അതിൽ ഏതാണ് കറക്റ്റ് എന്ന് പറയാം. ഐ വിഷ്, ഐ വാസ് ആണോ, ഈസ് ആണോ, വേർ ആണോ, ആം ആണോ. ഇൻ ഡൽഹി, ഞാൻ ഡൽഹിയിലായിരുന്നു, ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ ഡൽഹിയിലായിരുന്നെങ്കിൽ. ഇപ്പോൾ ഞാൻ നടക്കണ കാര്യമാണോ? ഇല്ല, പെട്ടെന്ന് തന്നെ എന്ത് ഡൽഹിയിലായിരിക്കുക? ഇല്ല. ഓക്കെ, ഇതിൻ്റെ ആൻസർ ഇപ്പോൾ ഓൾറെഡി ഡൽഹിയുടെ അടുത്തൊക്കെ ആണെങ്കിൽ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ കേരളത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് പെട്ടെന്ന് ഡൽഹിയിലായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നത് പോസിബിൾ അല്ലാത്ത കാര്യമാണ്. പോസിബിൾ അല്ലാത്ത കാര്യം സംഭവം സമയത്ത് എന്താണ് വരിക? വാസ് ആണോ, ഈസ് ആണോ, വേർ ആണോ, ആം ആണോ വരിക? യെസ്, ആക്ച്വലി ഇത് വേർ ആണ് ഗൈസ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അത് ഞാൻ പറഞ്ഞ ആൻസറിൽ തന്നെയുണ്ട്. ഐ വിഷ്, ഐ വേർ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് വേർ യൂസ് ചെയ്യുക. നോക്കൂ, വേർ ഈസ് യൂസ്ഡ് ഇൻ എ സ്റ്റേറ്റ് ദാറ്റ് ഹാസ് നെവർ എക്സിസ്റ്റഡ് ആൻഡ് നെവർ വിൽ എക്സിസ്റ്റ്. അത് നടക്കാൻ സാധ്യതയില്ലാത്ത, അതായത് പെട്ടെന്നൊന്നും നടക്കാൻ സാധ്യതയില്ലാത്തതിനാണ് നമ്മൾ എന്താക്കുക, വേർ യൂസ് ചെയ്യുക. ഓക്കെ, പക്ഷെ വാസ് യൂസ് ചെയ്യുക എന്താണ്? ഈസ് യൂസ്ഡ് ഇൻ എ സിറ്റുവേഷൻ വേർ ദ സ്റ്റേറ്റ്മെന്റ് മൈറ്റ് വൺസ് ഹാവ് ബീൻ ഓർ കുഡ് ബി റിയാലിറ്റി. അത് റിയൽ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ വി ക്യാൻ യൂസ് വാസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, ഇവിടെ കണ്ടോ, ഐ വിഷ് ഐ വർ എ ക്യാമൽ, ഞാനൊരു ക്യാമൽ ആയിരുന്നെങ്കിൽ. അത് നടക്കുമോ? പോസിബിൾ ആണോ? ഇല്ലല്ലേ? ഓക്കെ, അങ്ങനെ കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ആൻസർ നിങ്ങൾ എന്താക്കണം, ഗസ് ചെയ്യണേ. കണ്ടോ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഈസ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ്. ഇവർ കുറെ പെയർ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തത്, തെറ്റായതാണ് നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡിൽ ആൻസർ വരണേ. വാക്ക്, സ്ട്രൈഡ്, സ്റ്റോപ്പ്, മാർച്ച്, ആസ്ക്, ഇൻക്വയർ, ഡിസൈഡ്, കൺക്ലൂഡ്. ഇതിലേതാണ് തെറ്റായിട്ടുള്ളത്? ആൻസർ പറയട്ടെ. സെറ്റാണോ? നിങ്ങൾക്ക് ഓൾറെഡി ആൻസർ കിട്ടിയോ? യെസ്, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സ്റ്റോപ്പ്, മാർച്ച് എന്നുള്ളതാണ്. എന്താണ് ഇവിടെ പ്രശ്നം? വാക്ക് എന്ന് പറഞ്ഞതും സ്ട്രൈഡ് എന്ന് പറഞ്ഞതും അത് തന്നെ വാക്കിങ്ങിന്റെ മറ്റൊരു രൂപമാണ് സ്ട്രൈഡ്. ആസ്ക് എന്ന് പറഞ്ഞാലും ഇൻക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാലും അന്വേഷണം ചോദിക്കുക, അതൊക്കെ ഏകദേശം സെയിം ആണ്. ഡിസൈഡ് ചെയ്യുക അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സെയിം ആണ്. പക്ഷെ സ്റ്റോപ്പ് ചെയ്യുക, മാർച്ച് ചെയ്യുക എന്നുള്ളത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഭവമാണ്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ നിൽക്കുക, മാർച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാർച്ച് ചെയ്യുക, അല്ലെങ്കിൽ മാർച്ച് എന്ന് പറഞ്ഞെങ്കിൽ മന്ത് ആയിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. സോ ആ ഒരു കണക്ഷൻ തെറ്റാണ്. അപ്പോൾ അതാണ് നോട്ട് കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്തതാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. സെറ്റാണല്ലോ. ഇപ്പോൾ എത്ര മാർക്കായി? 5ൽ എത്ര മാർക്കായി? 2 മാർക്ക് ആയിട്ടുണ്ടോ? ഓക്കെ, ഐ ഹോപ്പ് സോ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സിനോണിം ഓഫ് ദ വേർഡ് മെനേസ്. നിങ്ങൾ നേച്ചേഴ്സ് പ്ലെൻറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. മെനേസ് എന്നതിൻ്റെ സിനോണിം, പര്യായ പദം എന്താണ്? യെസ്, പര്യായ പദം എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരു പേരുണ്ടാവുമല്ലോ, അത്. യെസ്, ഹൗസ്, ഹോം എന്നൊക്കെ പറയില്ലേ, അത് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും ഹൗസ്, ഹോം ഒരു എന്താണ് സിനോണിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. യെസ്, ഓക്കെ, ഇത് പറഞ്ഞേ. മെനേസ് എന്താണ്? സ്ട്രോങ് എന്നാണോ, ക്ലിയർ എന്നാണോ, ത്രെറ്റ് എന്നാണോ, കെയർ എന്നാണോ ഇതിന്റെ എക്സാക്ട് സിനോണിം? യെസ്, ആൻസർ പറയാൻ പോണേ. കിട്ടിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദിസ് ഈസ് എ ത്രെറ്റ് എന്നുള്ളതാണ്. ത്രെറ്റ്, യെസ്, ദാറ്റ്സ് ആക്ച്വലി എ ത്രെറ്റ്. ഒരു ഭീഷണിയാണെന്നൊക്കെ പറയാൻ പറ്റില്ലേ? ഓക്കെ, അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. സെറ്റ് അല്ലേ? ഇപ്പൊ 5ൽ 3 മാർക്ക് കിട്ടിയോ? ഐ ഹോപ്പ് സോ. കിട്ടിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, യൂസ് കറക്റ്റ് റിലേറ്റീവ് പ്രൊനൗൺ. നമ്മൾ റിലേറ്റീവ് പ്രൊനൗൺ ഒക്കെ കാര്യങ്ങളൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്. റിലേറ്റീവ് പ്രൊനൗൺ ഇവിടെ സൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്നത് കണ്ടെത്തുക. An old man dash appeared at the gate announced himself as a snake charmer. An old man ഒരു വയസ്സായ ആളുണ്ടല്ലോ, appeared at the gate, ആ ഗേറ്റിന്റെ അടുത്ത് കാണപ്പെട്ടിട്ടുള്ള ആള്. അവിടെ an old man that ആണോ, an old man which ആണോ, an old man what ആണോ, an old man who ആണോ? യെസ്, ഇതിൻ്റെ ആൻസർ നിങ്ങൾ ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെയുള്ള ആൻസറൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ, മറന്നിട്ടില്ലല്ലോ. സെറ്റാണല്ലോ. ആൻസർ പറയാൻ പോവാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കിട്ടും. ഡെഫിനറ്റ്ലി ഇത് ഒരു മനുഷ്യനായതുകൊണ്ട്, ഓൾഡ് മാൻ ആയതുകൊണ്ട് അതിൻ്റെ റിലേറ്റീവ് പ്രൊനൗൺ എന്തായിരിക്കും? യെസ്, ഡെഫിനറ്റ്ലി എന്തായിരിക്കും? ഹു ആയിരിക്കും. അത് മറക്കരുത്. USS എക്സാമിന് പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്, ഇനി ചോദിക്കുകയും ചെയ്യും. ഒരു മനുഷ്യനാണെങ്കിൽ അവിടെ റിലേറ്റീവ് പ്രൊനൗൺ ഹു ആയിരിക്കും. വസ്തുവാണെങ്കിൽ വിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ദാറ്റോ വാട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മുമ്പ് സബ്സ്ക്രൈബ് ചെയ്തില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെ ധാരാളം വീഡിയോസ് ഇനിയും വരുന്നതാണ്.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമ്മുടെ ലൈവ് ഒക്കെ വരുന്നുണ്ട്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ ഫാറ്റീഗ് എന്നുള്ള വേർഡിന്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണ്. ഫാറ്റീഗ്, ഫെറ്റീഗ് കുറേ മിസ്റ്റേക്ക് ഉള്ളതുണ്ട്. ശരിയുള്ള ഒറ്റ ഒന്നേ ഉള്ളൂ. ഏതാണ് ആൻസർ? എ ആണോ, ബി ആണോ, സി ആണോ എന്നുള്ളത്? എ, ബി, സി, ഡി. ഏതാണ് കറക്റ്റ് ആൻസർ? ജസ്റ്റ് ഗസ് ചെയ്യൂ ഗൈസ്. കിട്ടിയിട്ടുണ്ടല്ലോ? കിട്ടിയാലോ? കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. യെസ്, ഓക്കെ അല്ലേ? യെസ്, ആക്ച്വലി ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ. എ ആണ് കറക്റ്റ് ആൻസർ, ഫറ്റീഗ്. ഓക്കെ, ഇങ്ങനെ പല വേർഡിൻ്റെയും തരും. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് പഠിച്ചു വെക്കേണ്ട വേർഡുകൾ ഡെഫിനറ്റ്ലി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ധാരാളം വേർഡുകളൊക്കെ ഉണ്ടാവും. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. യു ഗൈസ് ആർ റിയലി ഇന്റലിജന്റ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കണ്ടോ the little, till the little one weary, no more can be merry. This is a word of മൈക്കിൾ ജാക്സന്റെ വേർഡാണോ, വില്യം ബ്ലേക്കിന്റെ വേർഡാണോ, എഡ്വേർഡ് ലിയറിന്റെ വേർഡാണോ, സാൻഡ് ഹാഡാസിന്റെ വേർഡാണോ? ആരുടെ വേർഡാണ്? പറഞ്ഞോളൂ. ഇത് ആര് പറഞ്ഞതാണ്? till the little one's weary, no more can be merry. പറഞ്ഞോ. യെസ്, നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്ത് നോക്കൂ. നേച്ചേഴ്സ് പ്ലെന്റി ഓർമ്മയുണ്ടല്ലോ? ആൻസർ പറയാൻ പോണേ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്, വില്യം ബ്ലേക്കിന്റെ വാക്കുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. സോ ഇതുപോലത്തെ ധാരാളം വീഡിയോസും അതുപോലെ തന്നെ നമ്മുടെ എടുക്കുന്ന ലൈവിൻ്റെ ഒക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിരിക്കണമെങ്കിൽ കോട്സ് കമ്മ്യൂണിറ്റി കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. പ്ലസ് ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയാൻ മറന്നു പോകരുത്. നമുക്ക് ഇതുപോലത്തെ മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ഇറ്റ്സ് എ താങ്ക് യു ആൻഡ് ബൈ.